നമ്മൾ ഇന്ന് തൊട്ട് നോക്കാൻ പോകുന്നത് സ്റ്റാക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് നമ്മൾ എക്സാക്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് മുതൽ. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് നമ്മൾ അറേ പഠിച്ചു, പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചു, അൽഗോരിതം എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. then നമ്മൾ ഇന്നോട്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിലേക്ക് കയറാം. അപ്പം നമുക്ക് വരാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ആദ്യമത്തെ ടോപ്പിക്ക് തന്നെ തൊട്ട് വന്നതിനെ എന്താണ് ഈ ഡാറ്റ സ്ട്രക്ചർ എന്നുള്ളൊരു ഐഡിയ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് ചോദിക്കുക. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേ ഓഫ് ഓർഗനൈസിങ്, സ്റ്റോറിങ് ആൻഡ് ഡാറ്റയെ പറയുന്നതാണ് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിളായിട്ട് പറയാം. അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആവശ്യപ്രകാരം നമ്മൾ ഡാറ്റേനെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അടുക്കി വെക്കുന്നു എന്നുള്ളതിനെ പറയുന്നതാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരു 3 പേര് നമ്മൾ ട്രിപ്പിൾസ് വെച്ച് ബൈക്കിൽ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പം പോകുന്ന വഴിക്ക് എനിക്ക് ഫസ്റ്റ് ഇറക്കി വിടേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഫസ്റ്റ് എനിക്ക് ഏറ്റവും വീടടുത്തുള്ള ഒരാൾ ഞാൻ നടുക്ക് വെക്കുന്നതാണോ ഏറ്റവും ബൈക്കിൽ ഇരുന്നതാണോ ഏറ്റവും എളുപ്പം? തീർച്ചയായിട്ടും അത് ബൈക്കിൽ ഇരിക്കുന്നതായിരിക്കും. കാര്യം അയാൾക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം ഇല്ലെങ്കിൽ ഞാൻ പുറകെ ഇരിക്കുന്ന ഒരാളോട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമല്ല അയാൾക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അപ്പോൾ ഇറങ്ങേണ്ട ഒരാൾക്ക്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടാണ്, നമ്മുടെ സാഹചര്യം പോലെയാണ്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് വീടുള്ള ഒരാൾ ഏറ്റവും ബൈക്കിൽ ഇരുന്നാൽ നമുക്കത് അയാളെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് അടുത്തേക്ക് പോകാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എളുപ്പം അതായിരുന്നു. നമുക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റേനെ എങ്ങനെ ആക്സസ് ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡേറ്റേനെ അറേഞ്ച് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യും. ഇതിനെ പറയുന്നതാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലീനിയർ ഡാറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറും ഉണ്ട്. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലീനിയർ ആയിട്ടുള്ള ഒരു ഫാഷനിൽ ആക്സസ് ചെയ്യുന്ന ലീനിയർ ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അതിനെ പറയുന്നതാണ് ലീനിയർ ഫാഷൻ. നമുക്ക് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറേ, സ്റ്റാക്ക്, ക്യൂ എന്നൊക്കെ പറയാം. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീ, ഗ്രാഫ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത മൊഡ്യൂളുകളായിട്ട് പഠിച്ച് നമ്മൾ ഈ ഇപ്പോഴത്തെ മൊഡ്യൂളിൽ കറൻലി നമ്മൾ നോക്കുന്നത് സ്റ്റാക്ക്, ക്യൂവിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാക്കിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാക്കിലേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റാക്ക് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നമ്മൾ ഓൾറെഡി കണ്ടു. ഓക്കെ, അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ പറയുന്നതാണ് ലിഫോ പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ, സ്റ്റാക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ നോക്കേണ്ട ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുകയാണ്. നിങ്ങളൊരു തുണി ഇടുന്ന ഒരു ബാസ്ക്കറ്റാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് ഇടുന്ന ഒരു ബാസ്ക്കറ്റാണെന്ന് വിചാരിക്കാം. കറൻലി നമുക്ക് ഒരു ഡ്രസ്സേ വെച്ച് ഇടാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഷർട്ട് ഇട്ടു. ഓക്കെ, ഒരു ഷർട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് ഇത്ര സ്പേസ് പോയി. പിന്നെ നമ്മൾ പിന്നെയും ഒരു ഷർട്ട് ഇട്ടു. ഇത് രണ്ടാമത്തെ ഷർട്ടാണോ? ഓക്കെ, നമ്മളിതിന് മേലൊരു പാൻറ് ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടി വന്ന് എടുക്കാൻ പറ്റത്തില്ല, അതായത് ഇതിലെ കൂടി വന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് അടിയിൽ അടഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ഇതിലെ കൂടി തന്നെ ഇടണം. എടുക്കാനും നമുക്കൊരു വഴിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഏറ്റവും മേലത്തെ പൊസിഷനെ നമ്മൾ സ്റ്റാക്കിൽ പറയുന്നതാണ് ടോപ്പ് എന്ന് പറയും. അതായത് നമ്മൾ ഏറ്റവും മുകളിലത്തെ പൊസിഷനെ, ഇൻഡെക്സ് പൊസിഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോയിന്ററാണ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ എടുക്കുന്നത് ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇട്ടത് മാത്രമേ നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. നോർമൽ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ ഇടയ്ക്കൂടെ പോയി കുത്തിത്തിരികെ എടുക്കുന്നു എന്ന് പറയരുത്, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഇട്ട എലമെൻറ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട ഷർട്ട്, നമുക്ക് പാൻറ്റാണ് നമ്മൾ ലാസ്റ്റ് ഇട്ടത്. ഈ ലാസ്റ്റ് ഇട്ട പാൻറ്റിനെ എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടിയിലുള്ള എലമെൻറ്റ്സിലേക്ക് നമുക്ക് എടുക്കാനോ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ലിഫോ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ആഡ് ചെയ്തു, ആ ലാസ്റ്റ് ഇട്ട എലമെൻറ്റിനെ തന്നെ നമുക്ക് എടുക്കാനും പറ്റത്തുള്ളൂ. നമ്മൾ ഇതാണ് ഞങ്ങൾ ബേസിക്കായിട്ട് സ്റ്റാക്കിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനിങ്ങനെ നമ്മൾ എക്സാമ്പിൾ വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേഷൻസ് നോക്കും. ഓക്കെ, ഞാൻ ടോപ്പ് എന്താണെന്ന് പറഞ്ഞു. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ, നമ്മൾ ടോപ്പ് എന്ന് പറഞ്ഞ പേരിലുള്ള പോലെ തന്നെ കറൻറ്റ്ലി ഏറ്റവും ടോപ്പ് എന്താണ്. ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ടോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാൻറ്റിനെയാണ് നമ്മൾ ഇവിടുത്തെ ടോപ്പ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ പാൻറ്റ് ഇരിക്കുന്ന പൊസിഷനെ പറയുന്നതാണ് ടോപ്പ്. ഓക്കെ, ഇതൊരു പോയിന്ററാണ്. അപ്പോൾ ഇത്ര നിങ്ങൾ ടോപ്പ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ സ്റ്റാക്കിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മളൊരു 3 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാക്കിൻ്റെ 3-4 ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു 2 ആപ്ലിക്കേഷൻ, അതായത് നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഈ എക്സ്പ്രഷനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ 2 ആപ്ലിക്കേഷനായി എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഉണ്ട്, കൺവേർഷൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ടും നമ്മൾ ഈ മൊഡ്യൂളിൽ തന്നെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നതാണ്. നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ നമുക്ക് അൺഡു ഓപ്പറേഷൻസ് പറയാം. നമുക്ക് ബ്രൗസറിലൊക്കെ നമുക്ക് ഹിസ്റ്ററിയൊക്കെ എടുക്കുന്നത് ഈ സ്റ്റാക്കിൻ്റെ ബേസിസിലാക്കി നമ്മൾ ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ 2 നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ പഠിക്കുന്നതാണ്. പ്ലസ് അഡീഷണൽ ഒരു 2-3 കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമ്മൾ സ്റ്റാക്കിൽ 2 ഓപ്പറേഷൻസാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പം ഫസ്റ്റത്തെ ഓപ്പറേഷനാണ് പുഷ് എന്ന് പറയും, രണ്ടാമത്തേത് പോപ്പ് എന്ന് പറയും.
നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് പുഷ് എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് എന്ന് എനിക്ക് തോന്നുന്നു. പുഷ് എന്നും പോപ്പ് എന്നുമാണ് 2 ഓപ്പറേഷനാണ് നമ്മൾ സ്റ്റാക്കിലുള്ളത്. അപ്പോൾ പുഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് പുഷ് എന്ന് പറയും. പോപ്പ് എന്താണ്? റിമൂവ് ചെയ്യുന്നതിനെ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, സിമ്പിളായിട്ടൊരു ഡ്രസ്സ് എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പുഷ് ചെയ്യുകയാണ്. അതായത് അകത്തേക്ക് നമ്മൾ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ നമുക്ക് ഇനി വരാനുള്ളത് ഞാൻ പറഞ്ഞു, ടോപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾറെഡി എന്തിട്ടാലും ആ ഒരു, അതായത് ഏറ്റവും മുകളിലെ കണ്ടീഷനെ പറയുന്നത്, ഏറ്റവും മുകളിലെ സിറ്റുവേഷനെ പറയുന്ന ടോപ്പ് എന്ന് പറയുന്നത് ഒരു പോയിന്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ടോപ്പിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുവാണ്. അപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലി നമുക്ക് -1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു എക്സാമ്പിൾ ഒന്ന് നോക്കുക. അതായത് ഇതൊരു സ്റ്റാക്കാണ്. ഈ ഒരു സ്റ്റാക്കിനെ നമ്മൾ S എന്നാണ് പറയുന്നത്. ഓക്കെ, X എന്നൊരു പേര് കൊടുത്തു. ഇതൊരു സ്റ്റാക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റാക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇപ്പം ഇത് എംറ്റി ആണ്. നിങ്ങളിതിലേക്ക് ഒരു എലമെൻറ്റ് ഇട്ടു. അപ്പോൾ നിങ്ങളൊരു 10 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ്, സോറി ഞാൻ കളറൊന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ 10 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 10 എന്ന് പറഞ്ഞ എലമെൻറ്റ് പോയി കിടക്കുന്നത് 0 ഇൻഡെക്സ് പൊസിഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം കറൻറ്റ്ലി. ഇപ്പോൾ ഒരു എലമെൻറ്റ് ഇട്ടാൽ ടോപ്പിൻ്റെ വാല്യൂ 0 എത്താം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ഒന്നും ഇല്ലാത്തപ്പം ടോപ്പിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ടോപ്പ് 0 ഇപ്പോൾ എത്തണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഒന്നെങ്കിൽ ഇതിൻ്റെ പുറകിലായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലിലായിരിക്കും. നമ്മളിവിടെ പറയുകയാണ് ടോപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലി -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു കണ്ടീഷനായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. സ്റ്റാക്കിൻ്റെ കേസിൽ ടോപ്പ് എന്ന് പറയുന്ന സാധനം ഒന്നുമില്ലാത്തൊരു കണ്ടീഷൻ, ദാറ്റ് മീൻസ് എംറ്റി ആയിരിക്കുന്ന കണ്ടീഷനിൽ ടോപ്പിൻ്റെ മാർക്ക് -1 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പോപ്പ് ചെയ്യുമ്പോഴല്ല, നമ്മൾ പുഷ് ചെയ്യുന്ന എലമെൻറ്റ്, അതായത് ഓരോ എലമെൻറ്റ്സ് ആഡ് ചെയ്യും തോറും നമ്മുടെ ഈ ടോപ്പിൻ്റെ വാല്യൂ 1 വെച്ച് കൂടി വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് 1 വിത്ത് ഈച്ച് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുഷാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ എലമെൻറ്റ് അകത്തേക്ക് ഇടുന്തോറും ഈ ടോപ്പിൻ്റെ വാല്യൂ കൂടി വരും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടേക്ക് അടുത്ത എലമെൻറ്റ് ഇട്ടു, 20 എന്നുള്ള എലമെൻറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. ഇവിടേക്ക് നമ്മൾ 30 ഇട്ടു. ഇപ്പോൾ 20 ഇട്ടപ്പോൾ എന്താണ് ടോപ്പിൻ്റെ വാല്യൂ? ഇപ്പോൾ ഇതാണ് ടോപ്പ്. ഇപ്പം നമ്മൾ അടുത്ത എലമെൻറ്റ് ഇട്ടു 30 ഇട്ടു. എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ എന്താ? അതാണ് നമ്മൾ ടോപ്പ്. ഓക്കെ, സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കാമല്ലോ. നമ്മൾ ഫസ്റ്റിനെ നോക്കാൻ പോകുന്നത് പുഷ് ഓപ്പറേഷനാണ്. നമ്മൾ അതിൻ്റെ ഒരു 2-3 കണ്ടീഷൻസ് നോക്കും. ഓക്കെ, എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ പോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇനീഷ്യലി അറ്റ് ദ മൊമെൻറ്റ് ഏറ്റവും എംറ്റി ആയിരിക്കുന്ന ഒരു സ്റ്റാക്കിൽ നമ്മൾ പുഷ് എന്ന് ചെയ്യുമ്പോൾ നമ്മൾ എലമെൻറ്റ്സ് ഇട്ടു ചെയ്യുന്നത് എംറ്റി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റാക്കിൽ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് എന്ന് പറയുന്ന സാധനം -1 ആണ് എന്ന് പറഞ്ഞാൽ എംറ്റി ആണ്. ടോപ്പ് -1 എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ടോപ്പ് എന്ന് പറയുന്ന സാധനം -1 ആയി കഴിഞ്ഞാൽ അവിടെ ആ സ്റ്റാക്ക് എംറ്റി ആണ് കറൻറ്റ്ലി. ഓക്കെ, അപ്പോൾ നിങ്ങളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ ആണ്. ഓക്കെ, ഇപ്പോൾ ടോപ്പ് നമ്മൾ നോർമലി ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പുഷ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പുഷ് 20 അല്ലെങ്കിൽ പുഷ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, പുഷ് ബ്രൈബറിൽ എന്താണ് കൊടുക്കുന്നത്, അത് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുഷ് 2 എന്ന് കൊടുത്തു. ദാറ്റ് മീൻസ് നമ്മൾ ഇതിലേക്ക് 2 എന്ന് പറയുന്ന സാധനം ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ 2 ഇൻസേർട്ടനായി. ഇപ്പോൾ 2 ഇൻസേർട്ടനായി കഴിഞ്ഞപ്പോൾ ടോപ്പ് എന്താ ചെയ്യുന്നത്? ടോപ്പ് ഇപ്പോൾ ഇനീഷ്യലി ഇവിടെയായിരുന്നു. ഓക്കെ, നിങ്ങൾക്കറിയാം ടോപ്പ് എന്ന് പറഞ്ഞാൽ -1 ആയിരുന്നു എംറ്റി ആയിരുന്ന സിറ്റുവേഷനിൽ. അപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ 1 കൂടുക എന്ന് പറഞ്ഞ് ടോപ്പ് ഇങ്ങോട്ട് മാറി. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് ഞാനൊരു കാര്യം കൂടി പറയുവാണ്. ഇപ്പോൾ വെറും ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഏതാണ് കറൻറ്റ്ലി പൊസിഷൻ എന്നാണ്. അതായത് ടോപ്പിൻ്റെ വാല്യൂ -1 ആണ് ആയിരുന്നു, ഒന്നും ഇല്ലാത്തപ്പോൾ എംറ്റി പൊസിഷനിൽ ടോപ്പിൻ്റെ വാല്യൂ -1 ആണ്. കറൻറ്റ്ലി ടോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0-ലാണ്. അപ്പോൾ നിങ്ങൾ എസ് ഓഫ് ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് എവിടെയാണോ ഇരിക്കുന്നതെന്ന് നോക്കൂ. അപ്പോൾ ഇപ്പോൾ ടോപ്പ് നമുക്കറിയാം 0-ലാണ് ടോപ്പ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 0-ലാണ് ടോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിൽ 0-ത്തെ പൊസിഷനിൽ, അതായത് കറൻറ്റ്ലി ടോപ്പ് ഇരിക്കുന്നിടത്ത് ഉള്ള എലമെൻറ്റ് എന്താണോ അതിനെ റിട്ടേൺ ചെയ്യുന്നതാണോ എസ് ഓഫ് ടോപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എസ് ഓഫ് ടോപ്പ് എന്ന് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കുക. ദാറ്റ് മീൻസ് ടോപ്പിൽ ഉള്ള എലമെൻറ്റ്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാലും നോർമൽ ഇംഗ്ലീഷ് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കും. അതായത് ടോപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലായിരിക്കും എന്നാലോചിക്കുക. അപ്പം നമുക്ക് സ്റ്റാക്കിൽ എസ് ഓഫ് ടോപ്പ് എന്ന് കൊടുക്കുക, നമുക്ക് ടോപ്പിൻ്റെ അകത്തുള്ള എലമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 2 ആയിരിക്കും കിട്ടുന്നത്. അപ്പം then നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള പുഷ് ഓപ്പറേഷൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഒരു സിറ്റുവേഷൻ കൊണ്ട് നോക്കാം. പുഷ് 4 എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തത് ഇട്ടു. അടുത്തത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ നമ്മളിലേക്ക് 4 എന്ന് പറയുന്നത് കൂടി നമ്മൾ പുഷ് ചെയ്തു. കാര്യം ഇപ്പോൾ 4 എങ്ങനെയാണ് വന്നത്? പുഷ് ബ്രാക്കറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കുന്നു. ദെൻ നമ്മൾ പുഷ് ചെയ്തു. ഇപ്പോൾ 4 എന്ന് പറയുന്ന സാധനം അതിൻ്റെ തൊട്ട് മുകളിൽ വന്നു. തൊട്ട് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 0 പൊസിഷനായിരുന്നു കറൻറ്റ്ലി ടോപ്പിൻ്റെ വാല്യൂ 1 വെച്ച് കൂടി. ദാറ്റ് മീൻസ് ഇങ്ങോട്ട് കൂടി. ഇപ്പോൾ കറൻറ്റ്ലി ടോപ്പിൻ്റെ വാല്യൂ 1 ആണ്.
നമുക്കറിയാം എസ് ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ 4 ആണ്. എസ് ഓഫ് 1 എന്ന് പറഞ്ഞാലും 4 ആണ്. എസ് ഓഫ് ടോപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? ടോപ്പിൻ്റെ വാല്യൂ എത്രയാണ്? എസ് ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, എന്ത് കിട്ടും? 2 കിട്ടും. അതേസമയം എസ് ഓഫ് 1 എന്ന് കുറച്ചാൽ നിങ്ങൾക്ക് 4 കിട്ടും. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാകാനാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻഡെക്സ് പൊസിഷനാണ്. ഓക്കെ. അതേസമയം നിങ്ങൾ എസ് ഓഫ് ടോപ്പ് എന്ന് സിമ്പിളായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ടോപ്പ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെയുള്ള എലമെൻ്റ് ആയിരിക്കും. ബേസിക്കായിട്ടുള്ള ഐഡിയ മനസ്സിലായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിനി പറയാനുള്ളത് ഓവർഫ്ലോ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു അറേ കാണിച്ചു തരാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാപ്പ് കാണിച്ചു തരാം. ഇവിടേക്ക് നമ്മൾ 3 പൊസിഷനാണുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, 3 പൊസിഷൻ വന്നു. നിങ്ങൾക്കറിയാം ഇത് 0 ആണ്, 1 ആണ്, 2 ആണ്. ഇത് നമ്മൾ ഇതിലേക്ക് നമ്മൾ എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ 3 പ്രാവശ്യം നമ്മൾ പുഷ് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു 30 വന്നു, ഇവിടെ ഒരു 20 വന്നു വിചാരിക്കുക, ഇവിടെ ഒരു 10 വന്നു. ഓക്കെ, കറൻറ്റ്ലി ഇത് ഫുള്ളാണ് നമുക്കറിയാം. പക്ഷേ സിസ്റ്റത്തിന് എങ്ങനെയാണ് അറിയാവുന്നത്? സിസ്റ്റത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൈസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് 3 ആണ്. ഓക്കെ, അതായത് ഈ ഒരു സ്റ്റാക്കിൻ്റെ സൈസ് 3 ആണ്. അപ്പോൾ 3 എന്ന് പറഞ്ഞു നമ്മൾ സ്റ്റാക്ക് നമുക്ക് ഈ ഇൻഡെക്സ് പൊസിഷൻ 0 ആണിത്, 1 ആണ്, ഇത് 2 ആണ്. അപ്പോൾ 3 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് നമുക്കറിയാം. അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 2-ലെത്തിയപ്പോൾ തന്നെ ഈ സ്റ്റാക്ക് ഫുള്ളായി. കാര്യം 3 പൊസിഷനാണുള്ളത്, സൈസ് 3 ആണ് നമുക്കറിയാം. സൈസ് 3 ആയതുകൊണ്ട് ഇൻഡെക്സ് പൊസിഷൻ 2-ലെത്തിയപ്പോൾ തന്നെ നമുക്ക് ഈ സ്റ്റാക്ക് ഫുള്ളായി. അപ്പോൾ ഇനി നിങ്ങളൊരു പുഷ് ഓപ്പറേഷൻ ചെയ്യണം. പുഷ് 100 എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സിസ്റ്റം നോക്കും, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇടാൻ പറ്റിയ സ്ഥലമുണ്ടോ. ഇടാൻ സ്ഥലമില്ല. നമുക്ക് ഇൻഡെക്സ് പൊസിഷന് 3 സൈസേ ഉള്ളൂ അല്ലേ? നമുക്ക് നമ്മുടെ സ്റ്റാക്കിൽ 3 ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇടാൻ ഇതിൻ്റെ അകത്ത് ഇടയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് ഓവർഫ്ലോ എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓവർഫ്ലോ ഓക്കേഴ്സ് വെൻ യു ട്രൈ ടു പുഷ് ആൻ എലമെൻറ്റ് ഇൻ ടു ദ സ്റ്റാക്ക് ദാറ്റ് ഈസ് ഓൾറെഡി ഫുൾ. അതായത് ഓൾറെഡി ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പിന്നെ പുഷ് ചെയ്താൽ നമുക്ക് അവിടെ ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് അൽഗോരിതം ഒക്കെ എഴുതുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടീഷനാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കി നമ്മുടെ സൈസ് 3 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈസ് 3 ആയി കഴിഞ്ഞപ്പോൾ മാക്സിമം നമ്മുടെ ഇൻഡെക്സ് പൊസിഷൻ വരുന്നത് എവിടെയാണ്? 2-ലാണ്. കഴിഞ്ഞ് നമുക്ക് അറിയാം, നമുക്ക് 0 ഇൻഡെക്സ് പൊസിഷനാണ് ഞാൻ പറയുന്നത്. 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നമ്മൾ അറയിലൊക്കെ നോക്കുന്ന, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസ് എന്ന് പറയുന്ന സാധനം 4 ആണ്. പക്ഷേ നിങ്ങൾ ഇൻഡെക്സ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വരെ ആയിരിക്കും വരുന്നത്. കാരണം എന്താ? നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. സൈസ് നമ്മൾ പറയുന്നത് 1, 2, 3 എന്നാണ്. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതായത് നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്ന സാധനം വരുന്നത്, ടോപ്പ് എന്ന് പറയുന്ന സാധനം മാക്സിമം സൈസ് -1. ഇവിടെ നോക്കിക്കഴിയുക, ഇപ്പോൾ കറൻറ്റ്ലി ഇവിടുത്തെ ടോപ്പ് എത്രയാണ്? ഇവിടുത്തെ ടോപ്പ് നിങ്ങൾക്ക് മനസ്സിലായാൽ 2 ആണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോപ്പ് എന്ന് പറഞ്ഞ വാല്യൂ ഈക്വൽ ടു എന്ന് വെച്ചാൽ എക്സാക്ട്ലി സെയിം ആവണമാണ്. മാക്സിമം സൈസ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3 ആണ്. അപ്പോൾ 3 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ മാക്സിമം സൈസ് -1. അതായത് ഇൻഡെക്സ് പൊസിഷൻ 3 - 2, 3 - 1 എന്ന് പറഞ്ഞ് 2-ലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഫുള്ളാണെങ്കിൽ എന്താ? ഫുള്ളാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇനി പുതിയ ഒരെണ്ണം പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ ഏറ്റവും ആദ്യമേ നമ്മളൊരു എലമെൻറ്റ് പുഷ് ചെയ്യാനുള്ളൊരു ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഓവർഫ്ലോ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ. അതായത് നമുക്ക് ഓൾറെഡി ഫുള്ളാണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കുക. ഇഫ് ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ മാക്സിമം സൈസ് -1-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയുന്നതാണ് നമ്മുടെ സ്റ്റാക്ക് ഓവർഫ്ലോയിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി ഫുൾ ആണ്. നമ്മൾ പുഷ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പോപ്പ് എന്താണെന്ന് നോക്കുക. പോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാൻ പറയുന്നതാണ് പോപ്പ്. പോപ്പിൽ നമ്മൾ ഓൾറെഡി പറയുന്ന ഈ ഒരു സെയിം സ്റ്റാക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ 2ഉം 4ഉം നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുഷ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പോപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ പോപ്പ് എന്ന് പറഞ്ഞ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നടക്കുന്നതാണ് പറയുന്നത്. നമുക്ക് പോപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു എലമെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് പോപ്പ് 2 എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇത് പറ്റുമോ? ഇത് പറ്റില്ല. കാരണം എന്താ? പോപ്പ് 2 എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐഡിയ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ 2 എന്നുള്ള എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അങ്ങനെ പറ്റില്ല. കാര്യം നമ്മൾ പറഞ്ഞ സ്റ്റാറ്റിൽ നമ്മൾ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും ഒരു കിണർ പോലെയാണ്. നമുക്ക് ഇടണമെങ്കിലും എടുക്കണമെങ്കിലും നമുക്ക് ഒരു ഓപ്പണിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന ഈ 4 മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും എനിക്ക് പോപ്പ് 2 എന്ന് പറഞ്ഞാൽ 2-നെ കിട്ടത്തില്ല. അപ്പോൾ നമ്മളിവിടെ പോപ്പിന് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. പോപ്പ് എന്ന് പറഞ്ഞൊരു കമാൻഡ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലമെൻറ്റ് സ്പെസിഫൈ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ,
അപ്പോൾ പോപ്പ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് കൊടുത്താൽ ഏറ്റവും പുറത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള സാധനം നമുക്ക് കിട്ടും. അതാണ് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ എവിടെയാണ് ടോപ്പിൻ്റെ സാധനം എവിടെയാണ്? ടോപ്പ് എത്രയാണ്? ഇപ്പം ടോപ്പ് എന്ന് പറയുന്ന സാധനം 1 ആണ്. ഓക്കെ, കറൻറ്റ്ലി ടോപ്പിൻ്റെ വാല്യൂ 1 ആണ്. നമ്മളൊരു പോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ പോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 പോവും, 4 പുറത്തേക്ക് പോയി. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഇനി 2 മാത്രമേ ഈ സ്റ്റാക്കിലുള്ളൂ. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ടോപ്പിൽ എന്താ നടക്കാത്തത്? ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കുറയും. കാര്യം നമ്മൾ പറഞ്ഞു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലിലുള്ള സാധനമാണ്. 4 എന്ന് പറഞ്ഞ എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ടോപ്പിൻ്റെ വാല്യൂ എത്രയാണ് വരേണ്ടത്? ടോപ്പിൻ്റെ വാല്യൂ 0 വരണം. ടോപ്പ് ഒന്ന് കുറയും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഈശ്വലി ടോപ്പ് എന്ന് പറഞ്ഞ സാധനം ഇൻഡെക്സ് പൊസിഷൻ 1 പോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ 4 എന്ന് പറഞ്ഞ സാധനം നമുക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ടോപ്പിൻ്റെ സംഭവം നമുക്കൊന്ന് കുറയണം, 0 എത്താം. ഓക്കെ, സിമ്പിൾ ലോജിക്കാണ്. നമുക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് മൊത്തം എലമെൻറ്റിനെ എടുത്ത് കളയാം. ദാറ്റ് മീൻസ് നമുക്ക് പിന്നെയും പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഈ 2ൻ്റെ വാല്യൂ പോകും. ഓക്കെ, അപ്പോൾ 2ൻ്റെ വാല്യൂ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എം ടി ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എം ടി ആകുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ ഓക്കെ പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ പോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങൾക്ക് ഇവിടെ 2 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ പോപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റുന്നത്? ഈ 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് പുറത്തേക്ക് വരും. ഓക്കെ, 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി നമ്മുടെ ടോപ്പിൻ്റെ വാല്യൂ 0 ആണ്. ടോപ്പിൻ്റെ വാല്യൂ ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു എലമെൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 നമ്മളൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി ഈ 2 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുന്നത്? 2 പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എലമെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. അതായത് നമ്മൾ എം ടി ആയ ഒരു കണ്ടീഷനിൽ ടോപ്പ് എന്താവണം എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ടോപ്പ് എന്ന് പറയുന്ന സാധനം -1 എത്തണം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അണ്ടർഫ്ലോ കണ്ടീഷനായിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർഫ്ലോ ഒക്കേഴ്സ് വെൻ യു ട്രൈ ടു പോപ്പ് എലമെൻറ്റ് ഫ്രം ആൻ എം ടി സ്റ്റാക്ക്. അതായത് ഒന്നും ഇല്ലാത്തടത്തൊന്നും ഞാൻ എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് അണ്ടർഫ്ലോ ആണ്, എനിക്ക് തരാൻ എനിക്ക് വഴിയില്ല എന്ന് സ്റ്റാക്ക് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് സ്റ്റാക്കിൽ നമ്മൾ ഒന്നുമില്ലാത്തൊരു കണ്ടീഷനിലെത്തി. ഇവിടെ വെച്ച് ഞാൻ പിന്നെ പോപ്പ് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. ഒന്നുമില്ല, പിന്നെ ഞാൻ പോപ്പ് എന്ന് പറയുകയാണ്. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തരാനൊന്നുമില്ല ചേട്ടാ, അപ്പം അണ്ടർഫ്ലോ എന്ന് പറയും. ഓക്കെ, അതിനെ പറയുന്നതാണ് അണ്ടർഫ്ലോയുടെ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ടോപ്പ് ഈക്വൽ ടു -1 എന്ന് പറയാൻ ടോപ്പ് എം ടി ആയിരുന്നു. ഓക്കെ, ടോപ്പിൽ വാല്യൂ ഒന്നുമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനെ പറയുന്നതാണ് അണ്ടർഫ്ലോ. അപ്പോൾ ടോപ്പിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. ടോപ്പ് -1 ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാക്ക് എം ടി ആണെന്ന് അറിയാം. അതിന് നമ്മൾ അണ്ടർഫ്ലോ എന്ന് പറയും. അതേസമയം ടോപ്പിൻ്റെ വാല്യൂ മാക്സിമം സൈസ് -1 എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്? നമ്മൾ ഓവർഫ്ലോ എന്ന് പറയും. ഓക്കെ, നമ്മളത് ഈ പറയുന്ന പുഷ് ഓപ്പറേഷൻ സ്റ്റൈലിൽ നമ്മൾ പഠിച്ചു. ഓവർഫ്ലോയുടെ കണ്ടീഷൻ പഠിച്ചു. ഇത് നമുക്ക് അണ്ടർഫ്ലോയുടെ കണ്ടീഷനും പഠിച്ചു. ഇനി നമുക്ക് അൽഗോരിതംസ് നോക്കാം. നമ്മൾ ആദ്യമേ നോക്കുന്നത് പുഷിൻ്റെ അൽഗോരിതമാണ്. ഇപ്പോൾ പുഷിൻ്റെ അൽഗോരിതം നമ്മൾ പറഞ്ഞു. പുഷ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ അൽഗോരിതം എഴുതുമ്പോൾ നമുക്കൊരു ഇൻപുട്ടും ഏത് ഡാറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നതും എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ടെന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐറ്റം എന്ന് പറഞ്ഞൊരു എലമെൻറ്റാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് എന്ത് എലമെൻറ്റ് വേണമെങ്കിലും അപ്പോൾ 10 12 അപ്പോൾ നിങ്ങൾ എന്താ ജസ്റ്റ് നോർമലായിട്ട് നമ്മളൊരു കോമൺ ആയിട്ട് ഐറ്റം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കാണ്. ഓക്കെ, അത് മെൻഷൻ ചെയ്യുക. നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം പുഷ് ചെയ്ത് നമുക്ക് എടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം. നമുക്ക് ഏതാണ് നമുക്ക് അറിയത്തില്ലല്ലോ. ഇതാണ് നമ്മുടെ അൽഗോരിതം പാർട്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഓവർഫ്ലോ ആണെന്ന് ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ ഐറ്റം നമ്മൾ പുഷ് ചെയ്യുവാണ്. അതായത് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഈ സ്റ്റാക്ക് ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഓവർഫ്ലോ ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അതായത് ഈ ടോപ്പ് ഈക്വൽ ടു മാക്സിമം സൈസ് -1 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പിന്നെയും പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ ആ കണ്ടീഷൻ പറയുന്നത്. കണ്ടീഷൻ നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അങ്ങനെ ഒരു കണ്ടീഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഓവർഫ്ലോ എന്ന് പ്രിന്റ് ചെയ്യുന്നു, നമ്മൾ അവിടെ വെച്ച് റിട്ടേൺ ചെയ്യുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു? അതല്ലെങ്കിൽ നമ്മളെന്ത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരും. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നിട്ട് ആദ്യമേ നമ്മൾ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളിവിടെ പുഷിൻ്റെ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? ആദ്യമേ നമ്മൾ പുഷ് 2 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് -1 ആയിരുന്നു. ദെൻ നമ്മൾ ടോപ്പിൻ്റെ വാല്യൂ -1 ആയിരുന്നു. അവിടെ നമ്മൾ ഒന്നുകൂടി 0 എത്തി. പിന്നെ അവിടുന്ന് പിന്നെയും എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒന്ന് വെച്ച് കൂട്ടി പോവാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നമ്മൾ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുന്നു. ഓക്കെ, നമ്മൾ ടോപ്പിലേക്ക് ഈ പറയുന്ന പോലെ ഐറ്റം അസൈൻ ചെയ്യുന്നു.
അതായത് കൂട്ടി. ഇപ്പം നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു, ഇവിടെ 10 ആയിരുന്നു ഉള്ളതെന്ന് വിചാരിക്കാം. നിങ്ങൾ ഇവിടേക്ക് പിന്നെയും പുഷ് ചെയ്യുവാണ്, ഒരു 20 പുഷ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? കറൻ്റ് ഇവിടെയായിരുന്നു ടോപ്പ്, ദെൻ നമുക്ക് ഈ ഒരു എലമെൻ്റ് കൂടി വന്നു, അപ്പോൾ നമുക്ക് 10 വന്നു. നമ്മൾ ആദ്യമേ ഈ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് +1 എന്ന് പറഞ്ഞാൽ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂടി. അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 0 ആദ്യമേ ടോപ്പ്, ഇപ്പോൾ നമുക്ക് വന്നപ്പോൾ 1 എത്തി ടോപ്പിൻ്റെ വാല്യൂ. ദെൻ നമ്മൾ എസ് ഓഫ് ടോപ്പ്, അതായത് ടോപ്പിലേക്ക് നമ്മൾ ഐറ്റം എന്ന് പറയുന്ന മാറ്റി ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടേക്ക് നമ്മൾ ഐറ്റം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ 20 ആയിരുന്നു ഉദ്ദേശിച്ചത്, ഇപ്പോൾ 20 എന്ന് പറഞ്ഞ സൈൻ ഇൻസേർട്ട് ചെയ്തു. ഇത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് പുഷിൻ്റെ ഒരു അൽഗോരിതം. നമുക്ക് അൽഗോരിതം വ്യക്തമായിട്ട് മനസ്സിലാകാനാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. അതായത് ആ ഓവർഫ്ലോ ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഒരു പഠിക്കാനായിട്ട്, ബാക്കി നമുക്ക് ആ ലോജിക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ ഒരു പോപ്പ് ഓപ്പറേഷൻ കൂടി പറയുവാണ്, പോപ്പിൻ്റെ അൽഗോരിതം കൂടി പറയുവാണ്. ഓക്കെ, നമ്മൾ പോപ്പിൻ്റെ അവിടെ നമ്മൾ ഇൻപുട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇൻപുട്ട് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഡാറ്റാ സ്ട്രക്ചർ സ്റ്റാക്കാണെന്ന് പറയാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണ് നമ്മൾ പോപ്പ് ചെയ്തത് അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതായത് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻറ്റ് ഏതാണ്, 20 ആണ് എനിക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് 20 റിട്ടേൺ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. മേ ബി നമുക്ക് 20 ആയി, ഇനിയിപ്പോൾ അതല്ല എംപ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാക്കാണെങ്കിൽ അവിടെ നമുക്ക് അണ്ടർഫ്ലോ മെസ്സേജ് ആയിരിക്കും വരുന്നത്. നമുക്ക് അൽഗോരിതം നോക്കാം. അൽഗോരിതം നമ്മൾ ഫസ്റ്റ് ചെക്കുന്നത് അവിടെ നമ്മൾ ഓവർഫ്ലോ ചെക്ക് ചെയ്തു, അതായത് നമ്മൾ പുഷിൽ നമ്മൾ ഓവർഫ്ലോ ചെക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ടോപ്പിൽ ചെക്ക് ചെയ്യുന്നതാണ് അണ്ടർഫ്ലോ. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ, അതായത് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ടോപ്പിൻ്റെ വാല്യൂ -1 എത്തുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർഫ്ലോ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ഐറ്റം എന്ന് പറയുന്ന സാധനം എസ് ഓഫ് ടോപ്പിലാണ്. അതായത് എസ് ഓഫ് ടോപ്പ്, അതായത് നിങ്ങൾ എംപ്റ്റി അല്ലാത്തൊരു സിറ്റുവേഷൻ എടുക്കാം, നിങ്ങൾ ഇങ്ങനെ ഒരു എടുക്കുക, ഇവിടെ നമ്മൾ 20 ആണെന്ന് വിചാരിക്കുക. പിന്നെ കറൻലി ടോപ്പ് എന്ന് പറയുന്നത് 20 ഇരിക്കുന്നത്, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 5 ഉണ്ടെന്ന് വിചാരിക്കാം. 20 എന്ന് പറയുന്ന സാധനമാണ് നിങ്ങൾക്ക് ടോപ്പിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഐറ്റം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ എസ് ഓഫ് ടോപ്പ് അസൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് നമ്മൾ 20 = ഐറ്റം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു. ദെൻ നമ്മൾ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുന്നു, അതായത് ടോപ്പ് ഒന്ന് കുറയ്ക്കണമല്ലോ. നമ്മൾ 20 എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. 20 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കുറയണം. ഓക്കെ, ഒന്ന് കുറയ്ക്കുന്നു, അതിനെ പറയുന്നതാണ് ടോപ്പ് = ടോപ്പ് -1. ദെൻ അങ്ങനെ ചെയ്യുന്നു. നമ്മൾ ഐറ്റം എന്ന് പറയുന്ന സാമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള എലമെൻറ്റ്, ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലമെൻറ്റ്. അപ്പോൾ ആ എലമെൻറ്റ് ഐറ്റത്തിലേക്കാണ് നമ്മൾ ഐറ്റത്തിനെ റിട്ടേൺ ചെയ്യുന്നു. ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാക്ക് വർക്ക് ചെയ്ത് നോക്കിയേക്കുന്നതാണ്. 5, 15, 20 എന്ന് പറഞ്ഞൊരു സ്റ്റാക്കാണ്. ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2 ആണ്. നമ്മൾ ടോപ്പ് = കറൻലി 2 ആണ്. കാരണം ടോപ്പ് എന്ന് പറയുന്നത് കറൻലി 2 ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ പുഷ് 35 എന്ന് പറയാൻ എന്താ ചെയ്യുന്നത്? ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കൂടും. ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് എന്ന് പറഞ്ഞ് ടോപ്പ് 3 എത്തും. അപ്പം നമ്മൾ 35 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും. സമയം പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പി ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യാനും യൂസ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്. ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പെറ്റി വരച്ച് അങ്ങനെ തന്നെ കൃത്യമായിട്ട് എഴുതുക കേട്ടോ. നമ്മൾ ജസ്റ്റ് പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള എലമെൻ്റ് ആയിരിക്കും നമ്മൾ പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 35 പോവും. ദാറ്റ് മീൻസ് പഴയ പോലെ അവസ്ഥയിലേക്ക് തന്നെ എത്തും, ടോപ്പ് ഒന്ന് കുറയും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് സ്റ്റാക്കിൻ്റെ ഒരു വർക്കിംഗ്, സ്റ്റാക്കിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മളവിടെ ഇവിടെ ചോദിച്ചിരിക്കുന്ന PYQ അല്ലെങ്കിൽ പ്രീവിയസ് നമ്മൾ ചോദിച്ചിരിക്കുന്ന സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടൈപ്പാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല, കാര്യം നമ്മൾ ഇതെല്ലാം കവേർഡാണ്. ഓക്കെ, നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് ഒരു സ്റ്റാക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നമ്മളോട് ഒരു മാക്സിമം സൈസ് തന്നിട്ടുണ്ടാവും. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു 5 എന്നോ സൈസ് തന്നിട്ടുണ്ടാവും. ദെൻ നമുക്ക് അതിൽ ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അവർ പറയും ഒരു പുഷ് 10 ചെയ്യുക, ദെൻ അതിലേക്ക് നമ്മൾ പുഷ് ഒരു 5 ചെയ്തു, ദെൻ ഈ കറൻറ്റ് സിറ്റുവേഷനിലേക്ക് നമ്മൾ പോപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് കൺസെപ്റ്റലി നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കുന്ന കൂട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒരു 10 മാർക്ക് അല്ലെങ്കിൽ ഒരു 9 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതാണ് ഏറ്റവും നമുക്ക് ടഫ് എന്ന് പറയാൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഓരോ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ മേ ബി ഓവർഫ്ലോ വരും, അണ്ടർഫ്ലോ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് സിംപിളി പറയുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അത് ഞാൻ പറഞ്ഞാണ് ക്ലാസിക് ടൈമിൽ തന്നെ പറഞ്ഞാണ്. സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കൊരു 3-4 പഠിച്ചു വെക്കുക. 3 മാർക്കിന് ചോദിക്കാറുണ്ട്. 3-4 പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ മൂന്നാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അൽഗോരിതംസ് ആണ്. പക്ഷേ ഈ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് നമുക്കൊരു 3 മാർക്കിന് മാക്സിമം 4 മാർക്കിന് ചോദിക്കാവുന്നതേ ഉള്ളൂ. മോസ്റ്റ്ലി 3 മാർക്കിന് തന്നെ ചോദിക്കാറുള്ളൂ. നമുക്ക് സീരിയസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമുക്ക് സ്റ്റാക്കിൻ്റെ അൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ OACTക്ക് അത്രയ്ക്കും അൽഗോരിതം ചോദിച്ചു കണ്ടിട്ടില്ല.
ബട്ട്സിൽ നമുക്ക് അവിടെ ഒരു പ്രശ്നമില്ല. നമുക്ക് സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറാണ്. നമുക്ക് ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത്, ഓരോന്ന് കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് പോകുന്നത്. അത് നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് എവിടെ വെച്ച് നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.